നസ്കം കോൺഗ്രസ്സുകാർ പൊതുവെ തമ്മിലടിക്കുന്നവരാണ്. അവർ അവരവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടി അവരുടെ കൂടെ നിൽക്കുന്നവരെ കാലിൽ പിടിച്ച് നിലത്തടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. പാമ്പും ഗോണിയും കളി പോലാണ് കോൺഗ്രസ് പാർട്ടിയുടെ അവസ്ഥ. എങ്ങനെയെങ്കിലുമൊക്കെ ഒരുത്തിനെ താഴെയിട്ടാൽ മാത്രമേ മറ്റൊരുത്തിന് വളരാൻ കഴിയൂ. അങ്ങനെയല്ലാതെ ഒരുമിച്ച് നിന്നാൽ കോൺഗ്രസിന് എത്ര വലിയ നേട്ടമുണ്ടാകും എന്നതിന് തെളിവായിരുന്നു ഈ തെരഞ്ഞെടുപ്പ്. 10 വർഷം അധികാരം നഷ്ടപ്പെട്ടതോടെ കോൺഗ്രസിനോ UDFിനോ തോൽവി ആലോചിക്കാൻ പോലും കഴിയാത്തതുകൊണ്ട് അവർ ഒത്തൊരുമയോടെ പ്രവർത്തിച്ചു. സ്വപ്നത്തിൽ കരുതാത്ത വിധത്തിൽ 102 സീറ്റുകൾ നേടി. ചില നേതാക്കന്മാർ വ്യക്തി താൽപ്പര്യത്തോടെ ചില സ്ഥാനാർത്ഥികളെ തിരികെ കയറ്റിയത് ഒഴിവാക്കിയിരുന്നെങ്കിൽ 120 സീറ്റ് പോലും നേടാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യമുണ്ടായിരുന്നു. ഉദാഹരണത്തിന് പയ്യന്നൂരിലും തളിപ്പറമ്പിലും തൃക്കരിപ്പൂരിലും പേരാമ്പ്രയിലുമൊക്കെ ജയിച്ചത് വെച്ച് നോക്കുമ്പോൾ, ധർമ്മടത്ത് പിണറായി വെള്ളം കുടിച്ചത് വെച്ച് നോക്കുമ്പോൾ മികച്ച സ്ഥാനാർത്ഥികളെ പരീക്ഷിച്ചിരുന്നെങ്കിൽ സീറ്റ് 120 ഉറപ്പായിരുന്നു. ഉദാഹരണത്തിന് നാട്ടികയിൽ CC മുകുന്ദനെ വെട്ടിയത് ചിലരുടെ താല്പര്യപ്രകാരമാണ്. CC മുകുന്ദനായിരുന്നു സ്ഥാനാർത്ഥിയെങ്കിൽ നാട്ടികയും കിട്ടുമായിരുന്നു. മണലൂരിൽ TN പ്രതാപനും ജയിക്കുമായിരുന്നു. വാസ്തവത്തിൽ പ്രതാപൻ തന്നെയാണ് മറ്റു ചില താല്പര്യങ്ങളെ തുടർന്ന് CC മുകുന്ദനെ വെട്ടിയതും സ്വയം തോൽവി ഏറ്റുവാങ്ങിയതും. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഇത്രയധികം സീറ്റ് കിട്ടിയതോടെ നമ്മൾ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ പുതിയ ഗ്രൂപ്പ് സമവാക്യങ്ങൾ രൂപപ്പെടുന്നു. MLA-മാർക്കിടയിലും പാർട്ടിയിലും ഹൈക്കമാൻഡിലും സ്വാധീനമില്ലാത്തതുകൊണ്ട് പ്രതിപക്ഷ നേതാവായ അന്നു മുതൽ വളരെ കൃത്യമായി ചതുരംഗക്കളം പോലെ വരച്ച് VD സതീശൻ മുഖ്യമന്ത്രി കസേരയിൽ എത്തുമ്പോൾ ആ സോഷ്യൽ മീഡിയ ആരവത്തിൻ്റെ ഭാഗമായി കോൺഗ്രസ് പ്രവർത്തകർ തന്നെ അവരുടെ നേതാക്കളെ തെറിവിളിക്കുന്ന വിചിത്രമായ ഒരു കാലം എത്തിയിരിക്കുന്നു. ആരെയാണ് ഇവർ തെറിവിളിക്കുന്നത്? CPM-ഉം BJP-ക്കാരും മാറി മാറി ഇല്ലാതാക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട ജനകീയ നേതാക്കളെ. കേരളം മുഴുവൻ ഓടി നടന്ന് ഈ തെരഞ്ഞെടുപ്പിൽ വിയർപ്പൊഴുക്കിയ ഷാഫി പറമ്പലിനെയും മാത്യു കൊഴുനാടിനെയും ഒക്കെ ഇവർ തെറിവിളിക്കുന്നു. M. ലിജുവിനെ അവർ എയറിൽ നിന്നും താഴെ ഇറക്കിയിട്ടില്ല. എന്തിന് രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയും വരെ അവർ ചീത്ത വിളിച്ചു. അനേകം പോരാട്ടങ്ങൾ നയിച്ച് അനേകം തവണ MLA-യും MP-യും കേന്ദ്രമന്ത്രിയും ഒക്കെ ആയ ശേഷം കഴിവുകൊണ്ട് മാത്രം സംഘടനാ ജനറൽ സെക്രട്ടറിയായി മാറിയ മലയാളി കൂടിയായ KC വേണുഗോപാലിനെ അവർ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത വിധത്തിൽ അപമാനിച്ചു. വേണുവിനെ പിന്തുണച്ചു എന്നാരോപിച്ചാണ് ജനപ്രിയരായ ഷാഫി പറമ്പലിനെയും മാത്യു കൊഴുനാടിനെയും പോലും അപമാനിച്ചത്. അതും എത്ര ഭയാനകമായ ആക്രമണമായിരുന്നു. അവരാരും ഒരു അഭിപ്രായവും പറഞ്ഞില്ല. VD സതീശനെ മുഖ്യമന്ത്രിയാക്കുന്നതിന് ഈ നേതാക്കളൊക്കെ എതിരാണ് എന്ന ഒരു നറേറ്റീവ് ചിലർ സൃഷ്ടിച്ചപ്പോൾ അതിൻ്റെ പേരിൽ അവർ ഇവരെ പഞ്ഞിക്കിടാൻ ഇറങ്ങി. ഒരിക്കലും എതിരാളികൾ പോലും ചെയ്യാത്ത വിധത്തിൽ ഇവർ ആക്രമണം നടത്തി. CPM-കാരും BJP-ക്കാരും ദീർഘകാലമായി പരിശ്രമിച്ച് പരാജയപ്പെട്ടതാണ് മാത്യു കൊഴുനാടിനെയും ഷാഫി പറമ്പലിനെയും ഒക്കെ അപമാനിക്കാൻ. എന്നാൽ കോൺഗ്രസ്സുകാർ തന്നെ അത് ചെയ്തു. ഏതെങ്കിലും ഒരു നേതാവ് മുഖ്യമന്ത്രിയാവാൻ ആഗ്രഹിക്കുന്നതിലോ അതിനുവേണ്ടി പരിശ്രമിക്കുന്നതിലോ അവരെ കുറ്റം പറയാൻ കഴിയുമോ? എക്കാലത്തും ഇത്തരം മത്സരത്തിന് ശേഷമാണ് മുഖ്യമന്ത്രി പദവി ഓരോരുത്തരും കൊണ്ടുപോയിട്ടുള്ളത്. കരുണാകരനും ആന്റണിയും പോരടിച്ച് തന്നെയാണ് വിജയിച്ചത്. ഉമ്മൻചാണ്ടിയും രമേശും പോരടിച്ച് തന്നെയാണ് വളർന്നത്. പക്ഷേ ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ സൈബർ ആക്രമണമാണ് കോൺഗ്രസ്സുകാർ നടത്തിയത്. എന്നെ അതിശയിപ്പിച്ചത് എന്നോടുള്ള ചിലരുടെ സമീപനമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ പിണറായിയെ പുറത്തിറക്കുന്നതിന് ഏറ്റവും ശക്തമായ ഇടപെടൽ നടത്തിയ ഒരു മാധ്യമപ്രവർത്തകനാണ് ഞാനെന്നാണ് എൻ്റെ വിശ്വാസം. ഇവിടെയുള്ള എല്ലാ ചാനലുകളും പത്രങ്ങളും പിണറായിയുടെ നക്കാപ്പിച്ച വാങ്ങി സ്തുതി പാടിയപ്പോൾ പിണറായിക്കെതിരെ സന്ധിയില്ലാ സമരം നടത്തുകയും നിരന്തരമായി ആക്രമിക്കുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് ദിനങ്ങളിൽ വ്യക്തിപരമായി തന്നെ പ്രേക്ഷകരോട് അഭ്യർത്ഥിച്ചു പിണറായി ഭരണം അവസാനിപ്പിക്കണം എന്ന്. ഇത്തരത്തിൽ 1 രൂപ പോലും പ്രതിഫലമായി വാങ്ങാതെയാണ് ഈ പണിയെടുത്തത്. എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മുഖ്യമന്ത്രി തർക്കം തുടങ്ങിയപ്പോൾ നിഷ്പക്ഷത പാലിക്കാൻ തീരുമാനിച്ചു. അതിന് വ്യക്തമായ കാരണമുണ്ട്. VD സതീശനാണ് ജനകീയ നേതാവ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും എനിക്കൊരിക്കലും ഉണ്ടായിട്ടില്ല. VD സതീശൻ നമ്മൾ ഉദ്ദേശിച്ച വ്യക്തിയെ അല്ല എന്ന തരത്തിൽ ഞാൻ ചെയ്ത വീഡിയോ യൂട്യൂബിൽ മാത്രം ഏതാണ്ട് 15 ലക്ഷം പേർ കണ്ടു. ഫേസ്ബുക്കിൽ ഏതാണ്ട് 30 ലക്ഷം പേർ കണ്ടു. ആ വീഡിയോ കട്ട് ചെയ്താണ് വാസ്തവത്തിൽ VD സതീശൻ്റെ ആരാധകർ പ്രചരിപ്പിച്ചത്. VD സതീശനോട് ഒരു എതിർപ്പും എനിക്കില്ല. അതേസമയം ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിക്കൊപ്പം കക്ഷി ചേരുന്നത് അപകടകരമാണെന്ന് തിരിച്ചറിഞ്ഞു. ആ 10 വർഷം പിണറായിയോട് യുദ്ധം ചെയ്ത് തളർന്നിരിക്കുന്ന വ്യക്തിയാണ് ഞാൻ. ഉടനടി പുതിയ സർക്കാരിനോട് യുദ്ധം ചെയ്യാൻ മനസ്സില്ല. VD സതീശന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തിറങ്ങുകയും KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാവുകയും ചെയ്താൽ അദ്ദേഹം പക വീട്ടാൻ ഇറങ്ങിയാൽ തൽക്കാലം വിശ്രമിക്കേണ്ട സമയമാണ്. കുറച്ച് ഭരണം തുടങ്ങിയതിന് ശേഷമാണെങ്കിൽ കുഴപ്പമില്ല. അതുകൊണ്ട് തന്നെയാണ് ആരെയും പിന്തുണയ്ക്കാതെ നിഷ്പക്ഷ നിലപാടെടുത്തത്. എന്നാൽ ഒരു വാർത്തയും മുക്കിയില്ല. VDക്ക് അനുകൂലമായി സാമൂഹ്യ അന്തരീക്ഷത്തിൽ ശക്തമായി വരുന്ന വികാരങ്ങൾ അതേപടി ഞങ്ങളുടെ പോർട്ടലിലും ഓൺലൈൻ ചാനലിലും ഒക്കെ കൊടുത്തുകൊണ്ടിരുന്നു. എന്നിട്ടും ഇക്കൂട്ടർ പ്രതീക്ഷിക്കുന്നത് പോലെ VDയെ പിന്തുണച്ചില്ല
എന്ന കാരണത്തിൽ എന്തൊരു തെറിവിളിയാണ് കോൺഗ്രസ് പ്രവർത്തകർ എന്നോട് ചെയ്യുന്നത്. എങ്ങനെയാണ് നമ്മൾ ഇങ്ങനെയായി തീരുന്നത്? എങ്ങനെയാണ് നമുക്ക് ഇങ്ങനെയൊക്കെ പെരുമാറാൻ കഴിയുന്നത്? കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടും കോൺഗ്രസ് സ്നേഹം കൊണ്ട് ശക്തമായ നിലപാടെടുക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ ഇത് തുറന്നു പറഞ്ഞു. ഇത് ജനപ്രിയമായൊരു നിലപാടല്ല, പക്ഷേ ഇത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞ് എണ്ണി ചോദിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുൽ എന്തു പറഞ്ഞാലും ആവേശത്തോടെ കാണുന്നവരൊക്കെ കണ്ടിട്ടുണ്ട്. പതിവിൽ നിന്ന് വ്യത്യസ്തമായി രാഹുലിന് ഇക്കുറി തെറിവിളിയുണ്ട്. ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഏതാണ്ട് 2.5 മില്യൺ ആളുകൾ, അതായത് 25 ലക്ഷം പേർ ഫേസ്ബുക്കിലെ വീഡിയോ കണ്ടു കഴിഞ്ഞു. ഏതാണ്ട് 1.5 ലക്ഷത്തോളം ലൈക്സ് ഉണ്ട്, 16,000-ഓളം കമൻസ് ഉണ്ട്. എങ്ങനെയാണ് നമ്മൾ ഇങ്ങനെയാവുന്നത് എന്ന രാഹുലിന് പ്രസക്തമായ ചോദ്യങ്ങൾ ഞാനിവിടെ കൊടുക്കുകയാണ്. മുഴുവൻ കൊടുക്കുന്നില്ല, വളരെ പ്രസക്തമായവ. എല്ലാവരും സ്വയം ചിന്തിക്കുന്നത് നല്ലതാണ്. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഇഷ്ടമനുസരിച്ച് വി ഡി മുഖ്യമന്ത്രി ആകട്ടെ എന്നോ, ആർ സി മുഖ്യമന്ത്രി ആകട്ടെ എന്നോ, കെ സി മുഖ്യമന്ത്രി ആകട്ടെ എന്നോ എന്ന് പറയാം. പക്ഷെ അതിന്റെ പേരിൽ നേതാക്കന്മാരെ അധിക്ഷേപിക്കുന്നത് ഒട്ടും നല്ല പ്രവണതയല്ല. ശ്രീ രാഹുൽ ഗാന്ധിയെ ആക്ഷേപിച്ചു, പ്രിയങ്ക ഗാന്ധിയെ തോൽപ്പിക്കുമെന്ന് പറഞ്ഞു, ആശുപത്രിയിൽ കിടക്കുന്ന സോണിയാഗാന്ധിക്ക് നേരെ വരെ അപമാന പ്രചരണങ്ങൾ ഉണ്ടായി, മല്ലികാർജ്ജുന ഖാർഗെ നിരന്തരമായി വേട്ടയാടി. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഇതൊക്കെ എന്ത് തരം UDF സംസ്കാരമാണ്? എന്ത് തരം കോൺഗ്രസ് സംസ്കാരമാണ്? ശ്രീ കെ സി വേണുഗോപാൽ കുറെ ആളുകൾ പറയുന്നത് കേട്ടു പെട്ടിതൂക്കിയാണെന്ന്. എന്ത് പെട്ടിതൂക്കി? കണ്ണൂരിൽ പയ്യന്നൂര് പോലൊരു പാർട്ടി ഗ്രാമത്തിൽ KSUവിന്റെ സംഘടനാ പ്രവർത്തകനായി കടന്നു വന്ന് SFIക്കാരന്റെ തല്ലുകൊണ്ട് ജയിലിൽ കടന്ന് KSU പ്രസിഡന്റായി, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായി, ഒരു കോൺഗ്രസ്സുകാരന് ജയിക്കാൻ പ്രയാസമുള്ള ആലപ്പുഴയിൽ നിന്ന് MLA ആയ ആളാണ്. ആലപ്പുഴയിൽ കോൺഗ്രസ്സുകാരൻ ഏറ്റവും ജയിക്കാൻ പ്രയാസമുള്ള ആലപ്പുഴ പാർലമെന്റിലെ മെമ്പറാണ്. 2019 19 ജയിച്ചപ്പോഴും നമ്മൾ തോറ്റുപോയ മണ്ഡലത്തിൽ 24 തിരിച്ചുപിടിച്ച ആളാണ് കെ സി വേണുഗോപാൽ. അയാൾ എങ്ങനെയാ നൂലിക്കെട്ടിറക്കിയ ആളായി മാറുന്നത്? ഈ നാട്ടിലെ സാധാരണക്കാരന്റെ ജനായത്ത് അംഗീകാരം നേടിത്തന്നെയാണ് MLAയും MP യും മന്ത്രിയും ഒക്കെ ആയി ശ്രീ കെ സി വേണുഗോപാൽ മാറിയത്. അദ്ദേഹം ഏതെങ്കിലും സമുദായ നേതാക്കന്മാരുടെ തിണ്ണനിറങ്ങാൻ പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആലപ്പുഴയിലെ ഏറ്റവും സ്വാധീനം ഉണ്ടായിരുന്ന കാലത്ത് വെള്ളാപ്പള്ളി നടേശന്റെ വീട്ടിൽ പോയിട്ടില്ലാത്ത ആളാണ് ശ്രീ കെ സി വേണുഗോപാൽ. മാത്രമല്ല, വെള്ളാപ്പള്ളി ഇവരെ 3 പേരെയും തോൽപ്പിക്കണമെന്ന് പറഞ്ഞ് ചുട്ടികൂത്തിയ 3 പേരിൽ ഒരാളാണ് ശ്രീ കെ സി വേണുഗോപാൽ. എന്നിട്ടും ജയിച്ചു വന്നു. ജനങ്ങളൊപ്പം ഉള്ളത് കൊണ്ട് തന്നെയാണ്. പാർട്ടി വിട്ട് കോൺഗ്രസിൽ നിന്ന് പിന്തുണയോടുകൂടി MLA ആയ തളിപ്പറമ്പിലെ ഗോവിന്ദൻ മാഷ് ആദ്യം നന്ദി പറഞ്ഞത് കെ സി വേണുഗോപാലിനാണ്. അമ്പലപ്പുഴയിൽ നിന്ന് ജയിച്ചു വന്ന G സുധാകരൻ ആദ്യം നന്ദി പറഞ്ഞത് കെ സി വേണുഗോപാലിനാണ്. അതടക്കം ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാ നേതാക്കന്മാരും മത്സരരംഗത്തേക്ക് പോയപ്പോൾ ഒരു വിമതൻ പോലും ഉണ്ടാകാതെ, അഭിപ്രായ വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരും ചേർത്ത് പിടിച്ച നേതാവാണ് ശ്രീ കെ സി വേണുഗോപാൽ. അദ്ദേഹം MLA ആകട്ടെ, അദ്ദേഹം മുഖ്യമന്ത്രി ആകട്ടെ എന്ന് ആരെങ്കിലുമൊക്കെ MLA മാർ ആഗ്രഹിച്ചിട്ടുണ്ടാകും. അതിലെന്താ തെറ്റ്? അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിച്ച MLA മാരൊക്കെ പെട്ടിതൂക്കികളാണോ? ആലപ്പുഴയിലെ തോമസിനെ ആക്ഷേപിക്കുന്നുണ്ട്. ഗൺമാന്റെ അടി കൊണ്ട്, തലക്കടി കൊണ്ട് ആശുപത്രിയിൽ കിടന്ന തോമസിനെ കാണാൻ പോയ ഒരാളാണ് ഞാൻ, കോൺഗ്രസ് പ്രവർത്തകനാണ് ഞാൻ. അവനെങ്ങനെയാണ് പെട്ടിതൂക്കിയാകുന്നത്? സന്ദീപ് വാര്യർ അധിക്ഷേപിക്കുന്നത് കേട്ടു. BJPയുടെ വിധ്വംസക രാഷ്ട്രീയത്തെ, വിദ്വേഷ രാഷ്ട്രീയത്തെ വിട്ട് കോൺഗ്രസിലേക്ക് വന്നപ്പോൾ ഹൊയ് ഹൊയ് പാടിയ ആളുകളാണ് നമ്മൾ. അതേ നമ്മൾ സന്ദീപ് വാര്യരെ ഇപ്പോൾ അധിക്ഷേപിക്കുന്നത് കാണുന്നു. എന്ത് തരം രാഷ്ട്രീയമാണത്? എനിക്ക് ഏറ്റവും വേദന തോന്നിയത് മാത്യു കുഴൽനാടനെ മൂവാറ്റുപുഴയിൽ തോൽപ്പിക്കണമെന്ന് ചില ആളുകൾ പറയുന്നത്. ശരിയാ, മാത്യുവിനെ തോൽപ്പിക്കണം. കാരണം കഴിഞ്ഞ 5 വർഷക്കാലം പിണറായി വിജയന്റെ മുഖത്ത് നോക്കി അയാളോട് മറുപടികൾ പറഞ്ഞിട്ടുള്ള ആളാണ് മാത്യു കുഴൽനാടൻ. മിസ്റ്റർ പിണറായി വിജയൻ, നിങ്ങളും നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ മകളും അഴിമതിക്കാരാണ്, മാസപ്പടി വാങ്ങുന്നവരാണ് എന്ന് മുഖത്ത് നോക്കി പറഞ്ഞ മാത്യുവിനെ CPM തോൽപ്പിക്കാൻ നോക്കുമ്പോൾ നമ്മളും ഒപ്പം ചേർന്ന മാത്യു എളുപ്പത്തിൽ തോറ്റുള്ളൂ. പിന്നൊന്ന് ഷാഫി പറമ്പിലിനെ വടകരയിൽ കാലുകുത്തിക്കാൻ സമ്മതിക്കില്ല. ശരിയാ, അവിടുത്തെ CPMകാരും BJPക്കാരും SDPAക്കാരും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട് ഷാഫി പറമ്പിലിനെ കാലുകുത്തിക്കരുന്ന്. നമ്മളും കൂടെ കൂടിയ ഷാഫി പറമ്പിലിന് കാലുകുത്താൻ കഴിയില്ല. നമ്മളത് ചെയ്യണം. ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഏറ്റവും അധികം നേതാക്കന്മാരും അതുപോലെ തന്നെ MLA സ്ഥാനാർത്ഥികളും ഒക്കെ എന്നെ വിളിച്ചിട്ടുണ്ട് ഷാഫി പറമ്പിലുമായിട്ടുള്ള ബന്ധത്തിന്റെ പേരിൽ ഒരു റോഡ് ഷോയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കാലാവസ്ഥ നോക്കാതെ, വെയിലാണോ മഴയാണോ നോക്കാതെ, രാവാണോ പകലാണോ എന്ന് നോക്കാതെ ആളെ കൂട്ടാനും തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കാനും ഷാഫി പറമ്പിൽ വേണമായിരുന്നു. പെട്ടെന്ന് നമുക്ക് ഉറപ്പില്ലാത്ത, അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ നമുക്ക് പോലും അറിയാത്തൊരു വിഷയത്തിൽ അദ്ദേഹം അൺപോപ്പുലർ ആകണം, അദ്ദേഹത്തിനെതിരെ വെറുപ്പ് നമ്മൾ പടർത്തണം, അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യണം. CPMകാരും പറഞ്ഞിട്ടില്ലാത്ത അധിക്ഷേപം വരെ നമ്മൾ പറയണം. നല്ല രീതിയാണ്. M ലിജുവിനെ ആക്ഷേപിക്കുന്നുണ്ട്. ലിജു ചേട്ടന്റെ കായംകുളത്ത് വെച്ചിട്ടുള്ള കണ്ണീരോട് കൂടിയിട്ടുള്ള പ്രസംഗം കണ്ടിട്ട് കരച്ചിൽ വന്ന ഒരാളാണ് ഞാൻ അങ്ങനെ വലിയ M ലിജു ഫാനോ അദ്ദേഹത്തിന്റെ സപ്പോർട്ടറോ ഒന്നും ആയിരുന്നില്ല. പക്ഷേ ലിജു ചേട്ടൻ ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ. കാരണം ഹി ഡിസർവ്സ് ദാറ്റ്. ആ ലിജു ചേട്ടനെ ഇപ്പോൾ നമ്മൾ തോൽപ്പിക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെ കുറേ ആളുകളെ തോൽപ്പിക്കണം. ശരി, എല്ലാവരും തോൽപ്പിക്കാം. സന്ദീപ് വാര്യർ തൊട്ട് തിരുവനന്തപുരത്ത് ഇപ്പോൾ ജയിച്ച സുധീർ ഷാ പാലോടിനെ വരെ നമുക്ക് തോൽപ്പിക്കാം. എന്നിട്ട് CPMനും BJPക്ക് എളുപ്പമാർഗം ഉണ്ടാക്കി കൊടുക്കാം. പ്രിയപ്പെട്ട കോൺഗ്രസിന്റെ നേതാക്കന്മാരെ, കോൺഗ്രസിന്റെ പ്രവർത്തകരെ, ലീഗിന്റെ പ്രവർത്തകരെ, പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ഒരാളാണ് ഞാൻ, പുറത്താക്കപ്പെട്ട ഒരാളാണ് ഞാൻ.
ഞാൻ ചെയ്തിട്ടില്ലാത്ത തെറ്റിന്റെ പേരിലാണ് പുറത്താക്കപ്പെട്ടതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ടായിട്ടും, എന്നെ പാർട്ടി കേട്ടിട്ടില്ല എന്നറിഞ്ഞിട്ടും, എന്നോട് നീതിയല്ല കാണിച്ചതെന്ന് ബോധ്യമുണ്ടായിട്ടും തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പോലും ഒരു മൗനം കൊണ്ട് പോലും ഒറ്റ വരി കൊണ്ട് പോലും അസ്വസ്ഥത രേഖപ്പെടുത്താതെ ഈ പാർട്ടിക്കാരനായിട്ട് നിൽക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്കെതിരെ നടപടിയെടുത്തപ്പോൾ പോലും പാർട്ടിയാണ് ശരിയെന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ ഒരു കോൺഗ്രസ്സുകാരൻ്റെ അഭ്യർത്ഥനയാണ്, ഇനിയെങ്കിലും നമ്മൾ ഈ ഹെയ്റ്റ് പൊളിറ്റിക്സ് അവസാനിപ്പിക്കണം. നമ്മൾക്ക് ഇഷ്ടമുള്ളൊരു നേതാവിന് വേണ്ടിയിട്ട് മറ്റ് നേതാക്കന്മാരെ ആക്ഷേപിക്കുന്നു, CPM-കാരും BJP-കാരും പോലും പറയാൻ അറയ്ക്കുന്ന വാക്കുകൾ പറയുന്ന ആ പ്രവണതയ്ക്ക് നമുക്ക് അവസാനമുണ്ടാക്കണം. കാരണം ഈ നേതാക്കന്മാരെ നാളെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വരുമ്പോൾ തോളിലേറ്റി നടത്തേണ്ടത് നമ്മളാണ്. അന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ മാത്രം CPM-കാർ തിരിച്ചു പറഞ്ഞാൽ അവരുടെ ജോലി എളുപ്പമാകും. അതുകൊണ്ട് നമ്മൾ 10 വർഷമായി കാത്തിരുന്നൊരു സർക്കാർ അധികാരത്തിൽ വന്നിരിക്കുകയാണ്. തെരുവിൽ സമരം ചെയ്ത ആളുകളാണ് നമ്മൾ, അടികൊണ്ട ആളുകളാണ് ഞങ്ങൾ. കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ഒരു ബസ് ഇങ്ങനെ പോയ വഴിക്ക് അത്രയും കരിങ്കൊടി കാണിച്ചതിൻ്റെ പേരിൽ ക്രൂരമായി ആക്രമിക്കപ്പെട്ട ഒരു സംഘം സഹപ്രവർത്തകർ എനിക്കുണ്ട്. ഒരുപാട് കേസുകളുള്ള ആളുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ എല്ലാം കൂട്ടായ്മയുടെ വിജയമാണ്.